നമസ്കാരം, ഞാൻ ഡോക്ടർ ഷബ്നായസ്. 2006 മുതലാണ് ലോകാരോഗ്യ സംഘടനയുടെ തീരുമാനപ്രകാരം ജൂൺ 15 വയോജന ചൂഷണ വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. വയോജനങ്ങളുടെ പ്രശ്നങ്ങൾ, ദുരുപയോഗം എന്നിവയ്ക്കെതിരെയുള്ള ബോധവൽക്കരണം എന്നിവയൊക്കെയാണ് ഈ ദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ എന്ന് പറഞ്ഞുകൊണ്ട്, വയസ്സൊരു അക്കം മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സധൈര്യം ചുറ്റുപാടുകളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു മുതിർന്ന തലമുറയാണ് നമുക്കുള്ളത്. വരും തലമുറയും പ്രായത്തെ ഒരു പരിമിതിയായി കാണാൻ ആഗ്രഹിക്കുന്നവരല്ല. ആരോഗ്യ സംവിധാനങ്ങളും ജീവിത സാഹചര്യങ്ങളും വന്നതോടുകൂടെ ലോകത്ത് ആയുർദൈർഘ്യം വർദ്ധിക്കുകയും മരണനിരക്ക് കുറയുകയും ചെയ്തു. 2025 കണക്കുകൾ സൂചിപ്പിക്കുന്നത് ലോകത്ത് 60 വയസ്സിന് മുകളിലുള്ളവരുടെ എണ്ണം 100 കോടിയിലേറെയാണ് എന്നുള്ളതാണ്. വയോജനങ്ങളുടെ പ്രധാന പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ചലനശേഷിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, കാഴ്ച, കേൾവി തുടങ്ങിയ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനക്ഷമതയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, മലമൂത്ര വിസർജനത്തിനുള്ള നിയന്ത്രണശേഷി കുറയുന്നത്, വീഴ്ചകൾ തുടങ്ങിയവയൊക്കെയാണ്. ഇതൊക്കെ കേവലം ഒരു ശാരീരിക പ്രശ്നം മാത്രമല്ല. ഒരു വ്യക്തിയുടെ ശാരീരികമായ ഇത്തരം ബുദ്ധിമുട്ടുകൾ അവരുടെ മാനസികാരോഗ്യത്തെ ബാധിക്കുന്നു, സാമൂഹ്യ ജീവിതത്തെ ബാധിക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ ഇടപെടലുകൾ, അതായത് ഉദാഹരണത്തിന് ഹിയറിംഗ് എയ്ഡ് നൽകുക, കേൾവിക്കുറവുള്ള ഒരാൾക്ക് ഹിയറിംഗ് എയ്ഡ് നൽകുന്നത്, അല്ലെങ്കിൽ കാഴ്ചക്കുറവുള്ള ഒരു മുതിർന്ന പൗരന്, വയോജനങ്ങൾക്ക് കണ്ണട നൽകുക, വാക്കിംഗ് സ്റ്റിക്ക്, മലമൂത്ര വിസർജനത്തിനുള്ള നിയന്ത്രണം നൽകുന്നതിനുള്ള മരുന്നുകൾ നൽകുക എന്നിവയൊക്കെ അവരുടെ ശാരീരിക ബുദ്ധിമുട്ട് മാത്രമല്ല പരിഹരിക്കുന്നത്, ഒപ്പം മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുകയും സാമൂഹ്യ ജീവിതം കൂടെ മെച്ചപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, വീൽ ചെയറുകൾ പോകുന്ന വാതിലുകളും വീൽ ചെയറുകൾ പോകുന്ന പടികളും ഒക്കെ ഉള്ളത്, അല്ലെങ്കിൽ കൈപ്പിടികളുള്ള ശുചിമുറികൾ എന്നിവയൊക്കെ ഒരു വയോജന സൗഹൃദ സമൂഹത്തിന്റെ ലക്ഷണമാണ്. സർക്കാർ തലത്തിലുള്ള പദ്ധതികൾ നോക്കുകയാണെങ്കിൽ വയോജനങ്ങൾക്ക് ചികിത്സയും മറ്റ് സൗകര്യങ്ങളും ലഭ്യമാക്കുന്ന പദ്ധതികൾ, ആശുപത്രികളിലുള്ള പദ്ധതികൾ, വയോമിത്രം പദ്ധതികൾ പോലുള്ളവ, പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ, ജെറിയാട്രിക്സ് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം എന്നിവയൊക്കെ സർക്കാർ തലത്തിൽ നമുക്കിനിയും മെച്ചപ്പെടുത്താവുന്നതാണ്. സാമ്പത്തിക സ്വാശ്രയത്വം, സ്വയം പര്യാപ്തത എന്നിവയൊക്കെ പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ ചെറുപ്പകാലത്ത് തന്നെ ആരോഗ്യ സംരക്ഷണത്തിൽ ശ്രദ്ധിക്കുക, ആരോഗ്യ പരിപാലനത്തിന് ശ്രദ്ധിക്കുക എന്നുള്ളതും വാർദ്ധക്യകാലത്തേക്കുള്ള ഒരു നിക്ഷേപമാണ്. മുതിർന്ന തലമുറയുടെ ആരോഗ്യവും അഭിമാനവും അവരോടുള്ള കരുതലും പൊതുസമൂഹത്തിന്റെ ഉത്തരവാദിത്തം കൂടെയാണ് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. നന്ദി.